സ്നേഹമുള്ളവരെ, സഭാപ്രസംഗകൻ 2-ാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ നാം പ്രതിപാദിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലോഗോസ് ക്വിസിനായി ഒരുങ്ങുന്ന കൂട്ടുകാർക്കായി ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 1, ഞാൻ എന്നോട് തന്നെ പറയുന്നത് എന്ത്? സുഖഭോഗങ്ങളിൽ ഞാൻ മുഴുകും. ക്വസ്റ്റ്യൻ നമ്പർ 2, എന്തിൽ ഞാൻ മുഴുകുമെന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം സുഖഭോഗങ്ങളിൽ. ക്വസ്റ്റ്യൻ നമ്പർ 3, ഞാൻ എന്തിൻ്റെ ആസ്വാദ്യത പരീക്ഷിക്കുമെന്നാണ് പറയുന്നത്? ഉത്തരം സുഖഭോഗങ്ങളുടെ ആസ്വാദ്യത. ക്വസ്റ്റ്യൻ നമ്പർ 4, സഭാപ്രസംഗകൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്തെല്ലാം? ഉത്തരം ചിരി ഭ്രാന്താണെന്നും സുഖഭോഗങ്ങൾ നിഷ്ഫലമാണെന്നും. ക്വസ്റ്റ്യൻ നമ്പർ 5, എന്തിൽ നിന്നും മനസ്സിളകാതെയാണ് ശരീരത്തെ വീഞ്ഞുകൊണ്ട് ആഹ്ലാദിപ്പിക്കാൻ സഭാപ്രസംഗകൻ നോക്കിയത്? ഉത്തരം ജ്ഞാനത്തിൽ നിന്നും. ക്വസ്റ്റ്യൻ നമ്പർ 6, ജ്ഞാനത്തിൽ നിന്നും മനസ്സിളകാതെ ശരീരത്തെ എന്തുകൊണ്ട് ആഹ്ലാദിപ്പിക്കാനാണ് സഭാപ്രസംഗകൻ നോക്കിയത്? ഉത്തരം വീഞ്ഞുകൊണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 7, എന്തെല്ലാം വേണ്ടിയാണ് സഭാപ്രസംഗകൻ മോക്ഷത്തെ ആശ്ലേഷിച്ചത്? ഉത്തരം മനുഷ്യനെ സന്തുഷ്ടനാക്കുന്നതെന്തെന്നും ചുരുങ്ങിയ ആയുസ്സിനുള്ളിൽ അവൻ ചെയ്യേണ്ടതെന്തെന്നും അറിയാൻ. ക്വസ്റ്റ്യൻ നമ്പർ 8, സഭാപ്രസംഗകൻ എന്താണ് ചെയ്തത്? ഉത്തരം വലിയ കാര്യങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 9, എന്താണ് തനിക്ക് വേണ്ടി പണിതത്? ഉത്തരം മാളികകൾ. ക്വസ്റ്റ്യൻ നമ്പർ 10, സഭാപ്രസംഗകൻ എന്താണ് നട്ടുപിടിപ്പിച്ചത്? ഉത്തരം മുന്തിരിത്തോട്ടങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 11, സഭാപ്രസംഗകൻ എന്താണ് ഉണ്ടാക്കിയത്? ഉത്തരം ഉദ്യാനങ്ങളും ഉപവനങ്ങളും. ക്വസ്റ്റ്യൻ നമ്പർ 12, എന്തിലാണ് എല്ലാത്തരം ഫലവൃക്ഷങ്ങളും നട്ടത്? ഉത്തരം ഉദ്യാനങ്ങളിലും ഉപവനങ്ങളിലും. ക്വസ്റ്റ്യൻ നമ്പർ 13, തോട്ടം നനയ്ക്കാൻ കുഴിച്ചത് എന്ത്? ഉത്തരം കുളങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 14, സഭാപ്രസംഗകൻ വീട്ടിൽ പിറന്ന എന്തിനു പുറമെയാണ് ദാസിമാരെയും ദാസന്മാരെയും വിലയ്ക്ക് വാങ്ങിയത്? ഉത്തരം അടിമകൾക്ക് പുറമെ. ക്വസ്റ്റ്യൻ നമ്പർ 15, എൻ്റെ വീട്ടിൽ പിറന്ന അടിമകൾക്ക് പുറമെ ഞാൻ വിലയ്ക്ക് വാങ്ങിയത് ആരെയെല്ലാമാണ്? ഉത്തരം ദാസന്മാരെയും ദാസികളെയും. ക്വസ്റ്റ്യൻ നമ്പർ 16, ജെറുസലേമിലെ എൻ്റെ മുൻഗാമികളെക്കാൾ കൂടുതൽ ഉണ്ടായിരുന്നത് എന്തെല്ലാം? ഉത്തരം ആടുമാടുകൾ. ക്വസ്റ്റ്യൻ നമ്പർ 17, അനേകം എന്തെല്ലാം തനിക്കുണ്ടായിരുന്നുവെന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം ഗായകന്മാരും ഗായികമാരും. ക്വസ്റ്റ്യൻ നമ്പർ 18, സഭാപ്രസംഗകൻ എന്താണ് സ്വന്തമാക്കിയത്? ഉത്തരം സ്വർണം, വെള്ളി, രാജാക്കന്മാരുടെയും പ്രവിശ്യകളുടെയും ഭണ്ഡാരങ്ങളിലെ ധനം. ക്വസ്റ്റ്യൻ നമ്പർ 19, ഞാൻ സമ്പാദിച്ചു എന്ന് എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ഉത്തരം മനുഷ്യൻ ആഗ്രഹിക്കുന്ന എല്ലാ സുഖഭോഗങ്ങളും. ക്വസ്റ്റ്യൻ നമ്പർ 20, താൻ ആരേക്കാൾ ഉന്നതനാണെന്നും മഹാനുമായി തീർന്നിരിക്കുന്നു എന്നുമാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം ജെറുസലേമിലെ എൻ്റെ മുൻഗാമികളെക്കാൾ. ക്വസ്റ്റ്യൻ നമ്പർ 21, അവരെക്കാൾ ഞാൻ ഉന്നതനായെങ്കിലും എന്തിൽ നിന്ന് ഞാൻ അകന്നുപോയില്ല എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം ജ്ഞാനത്തിൽ നിന്നും. ക്വസ്റ്റ്യൻ നമ്പർ 22, ഞാൻ ജ്ഞാനത്തിന് വേണ്ടി നിഷേധിക്കാത്തത് എന്തെല്ലാം? ഉത്തരം നയനങ്ങൾ അഭിലഷിച്ചത് ഒന്നും. ക്വസ്റ്റ്യൻ നമ്പർ 23, ഞാൻ അനുഭവിക്കാത്ത എന്തില്ല എന്നാണ് പറയുന്നത്? ഉത്തരം സുഖങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 24, എൻ്റെ ഹൃദയം സന്തോഷിച്ചത് എന്തിലെല്ലാം? ഉത്തരം എൻ്റെ പ്രയത്നങ്ങളിലെല്ലാം. ക്വസ്റ്റ്യൻ നമ്പർ 25, എൻ്റെ ഹൃദയം സന്തോഷിച്ചത് എന്തിൻ്റെ പ്രതിഫലം ആയിരുന്നു? ഉത്തരം എൻ്റെ അധ്വാനത്തിന് ലഭിച്ച പ്രതിഫലം. ക്വസ്റ്റ്യൻ നമ്പർ 26, എന്ത് പാഴ്വേലയാണെന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം എല്ലാം മിഥ്യയും. ക്വസ്റ്റ്യൻ നമ്പർ 27, എനിക്ക് ബോധ്യപ്പെട്ട കാര്യം എന്തായിരുന്നു? ഉത്തരം
സൂര്യന് കീഴെ ഒരു നേട്ടവും ഇല്ല എന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 28. എപ്പോഴാണ് ഞാൻ ജ്ഞാനവും ഉന്മത്തതയും ഭോഷത്വവും വിവേചിച്ചറിയാൻ തുടങ്ങിയത്? ഉത്തരം: സൂര്യന് കീഴെ ഒരു നേട്ടവുമില്ലെന്ന് ബോധ്യപ്പെട്ടപ്പോൾ. ക്വസ്റ്റ്യൻ നമ്പർ 29. സൂര്യന് കീഴെ ഒരു നേട്ടവുമില്ലെന്ന് കണ്ടപ്പോൾ അല്ലെങ്കിൽ ബോധ്യപ്പെട്ടപ്പോൾ സഭാപ്രസംഗകൻ എന്താണ് വിവേചിച്ച് കാണാൻ തുടങ്ങിയത്? ഉത്തരം: ജ്ഞാനവും ഉന്മത്തതയും ഭോഷത്വവും. ക്വസ്റ്റ്യൻ നമ്പർ 30. രാജാവിൻ്റെ പിൻഗാമിക്ക് എന്ത് ചെയ്യാനാണ് കഴിയുക? ഉത്തരം: ചെയ്തത് തന്നെ വീണ്ടും ചെയ്യാൻ. ക്വസ്റ്റ്യൻ നമ്പർ 31. പ്രകാശം അന്ധകാരത്തെ എന്ന പോലെ ജ്ഞാനം എന്തിനെ അതിശയിക്കുന്നു? ഉത്തരം: ഭോഷത്വത്തെ. ക്വസ്റ്റ്യൻ നമ്പർ 32. ഭോഷൻ എന്തിൽ നടക്കുന്നു? ഉത്തരം: ഇരുട്ടിൽ. ക്വസ്റ്റ്യൻ നമ്പർ 33. ഇരുവർക്കും ഗതി ഒന്നു തന്നെ. ആരാണ് ഇരുവർ? ഉത്തരം: ജ്ഞാനിയും ഭോഷനും. ക്വസ്റ്റ്യൻ നമ്പർ 34. സഭാപ്രസംഗകൻ തന്നോട് തന്നെ ചോദിക്കുന്ന ചോദ്യമെന്ത്? ഉത്തരം: ഭോഷൻ്റെയും എൻ്റെയും ഗതി ഒന്നു തന്നെയെങ്കിൽ ഞാൻ എന്തിന് ജ്ഞാനിയായിരിക്കണം? ക്വസ്റ്റ്യൻ നമ്പർ 35. ഭോഷന്മാരെ പോലെ തന്നെ ആർക്കും സ്മരണ ലഭിക്കുകയില്ല. ഉത്തരം: ജ്ഞാനിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 36. ഭാവിയിൽ എല്ലാവർക്കും എന്ത് സംഭവിക്കും? ഉത്തരം: വിസ്മൃതരാകും. ക്വസ്റ്റ്യൻ നമ്പർ 37. ആരെല്ലാമാണ് ഒന്നുപോലെ മരിക്കുന്നത്? ഉത്തരം: ഭോഷനും ജ്ഞാനിയും. ക്വസ്റ്റ്യൻ നമ്പർ 38. സഭാപ്രസംഗകൻ ജീവിതം വെറുത്തത് എന്തുകൊണ്ട്? ഉത്തരം: സൂര്യന് കീഴെ സംഭവിക്കുന്ന സമസ്ത കാര്യങ്ങളും വേദനാജനകമായതുകൊണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 39. എന്താണ് നിരർത്ഥകമാകുന്നത്? ഉത്തരം: എല്ലാ മിഥ്യയും. ക്വസ്റ്റ്യൻ നമ്പർ 40. എന്തെല്ലാമാണ് ഞാൻ വെറുത്തത്? ഉത്തരം: സൂര്യന് കീഴെ ചെയ്ത അധ്വാനങ്ങളെല്ലാം. ക്വസ്റ്റ്യൻ നമ്പർ 41. സൂര്യന് കീഴെ ചെയ്ത അധ്വാനങ്ങളെല്ലാം വെറുക്കാൻ കാരണമെന്ത്? ഉത്തരം: അധ്വാനങ്ങളുടെ ഫലം എൻ്റെ പിൻഗാമിക്ക് വിട്ട് ഞാൻ പോകേണ്ടിയിരിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 42. പിൻഗാമി എന്തായിരിക്കുമോ എന്നാണ് സഭാപ്രസംഗകൻ ചോദിക്കുന്നത്. ജ്ഞാനിയായിരിക്കുമോ അതോ ഭോഷനായിരിക്കുമോ? ക്വസ്റ്റ്യൻ നമ്പർ 43. സൂര്യന് കീഴെ ബുദ്ധിപൂർവം പ്രവർത്തിച്ചതിൻ്റെ ഫലം ആരുടെ അധീനതയിലാകും? ഉത്തരം: പിൻഗാമിയുടെ. ക്വസ്റ്റ്യൻ നമ്പർ 44. സൂര്യന് കീഴെ ബുദ്ധിപൂർവം പ്രവർത്തിച്ചതിൻ്റെ ഫലം പിൻഗാമിയുടെ അധീനതയിലായിരിക്കും. ഇതും എന്തു തന്നെയാണ്? മിഥ്യയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 45. എന്തുകൊണ്ടാണ് സഭാപ്രസംഗകൻ സൂര്യന് കീഴെയുള്ള എല്ലാ പ്രയത്നങ്ങളിൽ നിന്നും പിന്മാറിയത്? ഉത്തരം: മനസ്സ് കെട്ട്. ക്വസ്റ്റ്യൻ നമ്പർ 46. എന്തെല്ലാം ഉപയോഗിച്ചാണ് അധ്വാനിച്ച് ഉണ്ടാക്കിയത്? ഉത്തരം: ജ്ഞാനവും അറിവും സാമർഥ്യവും ഉപയോഗിച്ച്. ക്വസ്റ്റ്യൻ നമ്പർ 47. അറിവും ജ്ഞാനവും സാമർഥ്യവും ഉപയോഗിച്ച് അധ്വാനിച്ച് ഉണ്ടാക്കിയ എല്ലാം ആർക്ക് ആസ്വദിക്കാൻ വിട്ടുകൊടുക്കേണ്ടി വരുന്നു? ഉത്തരം: അശേഷം അധ്വാനിക്കാത്തവന്. ക്വസ്റ്റ്യൻ നമ്പർ 48. അശേഷം അധ്വാനിക്കാത്തവന് ആസ്വദിക്കാൻ വിട്ടുകൊടുക്കേണ്ടി വരുന്നത് എന്താണ്? ഉത്തരം: അറിവും ജ്ഞാനവും സാമർഥ്യവും ഉപയോഗിച്ച് അധ്വാനിച്ചുണ്ടാക്കിയവ. ക്വസ്റ്റ്യൻ നമ്പർ 49. സഭാപ്രസംഗകൻ മനുഷ്യന് എന്ത് നേട്ടം എന്ന് ചോദിക്കുന്നത് ഏതെല്ലാം കാര്യങ്ങളിലാണ്? ഉത്തരം: സൂര്യന് കീഴെയുള്ള കഠിനാധ്വാനവും മനക്ലേശവും കൊണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 50. മനുഷ്യൻ്റെ ദിനങ്ങളെല്ലാം എങ്ങനെയുള്ളതാണ്? ഉത്തരം: വേദന നിറഞ്ഞതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 51. മനുഷ്യൻ്റെ അധ്വാനം എങ്ങനെയുള്ളതാണ്? ഉത്തരം: ദുഃഖസങ്കുലം. ക്വസ്റ്റ്യൻ നമ്പർ 52. എപ്പോൾ പോലും അവൻ്റെ മനസ്സിന് സ്വസ്ഥതയില്ല. ഉത്തരം: രാത്രിയിൽ പോലും. ക്വസ്റ്റ്യൻ നമ്പർ 53. എന്തിനേക്കാൾ നല്ലതായി മനുഷ്യന് വേറൊന്നില്ല എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം: തിന്നുകുടിച്ച് സ്വന്തം പ്രയത്നത്തിൽ ആനന്ദിക്കുന്നതിനേക്കാൾ. ക്വസ്റ്റ്യൻ നമ്പർ 54. ഇതും ദൈവകരങ്ങളിൽ നിന്നാണെന്ന് ഞാൻ ഗ്രഹിച്ചു. ഏത്?
ഉത്തരം തിന്നുകുടിച്ച് സ്വന്തം പ്രയത്നത്തിൽ ആനന്ദിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 55. ദൈവത്തിൽ നിന്ന് അകന്ന് ഡാഷ് ആർക്കാണ് കഴിയുക? ഉത്തരം ഭക്ഷിക്കാനോ ആനന്ദിക്കാനോ. ക്വസ്റ്റ്യൻ നമ്പർ 56. തന്നെ പ്രസാദിപ്പിക്കുന്നവന് ദൈവം എന്തെല്ലാം പ്രദാനം ചെയ്യുന്നു? ഉത്തരം അറിവും ജ്ഞാനവും ആനന്ദവും. ക്വസ്റ്റ്യൻ നമ്പർ 57. പാപിക്ക് ദൈവം എന്താണ് കൊടുക്കുന്നത്? ഉത്തരം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടി ധനം ശേഖരിച്ചു കൂട്ടാനുള്ള ജോലി മാത്രം കൊടുക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 58. പാപിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടി ധനം ശേഖരിച്ചു കൂട്ടാനുള്ള ജോലി മാത്രം കൊടുക്കുന്നത് എന്താണ്? പാഴ്വേലയും മിഥ്യയും. ക്വസ്റ്റ്യൻ നമ്പർ 59. സഭാപ്രസംഗകൻ 2:4-8 സമാനമായ ഭാഗം. ഉത്തരം 1 രാജാക്കന്മാർ 10-ാം അധ്യായം 23 തുടങ്ങി 27 വരെ. ക്വസ്റ്റ്യൻ നമ്പർ 60. സഭാപ്രസംഗകൻ 2:24 സമാനമായ സുവിശേഷ ഭാഗം. ഉത്തരം ലൂക്ക 12:19. ക്വസ്റ്റ്യൻ നമ്പർ 61. 2-ാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങളുണ്ട്? ഉത്തരം 3. 1 സുഖഭോഗങ്ങൾ മിഥ്യ, 2 ജ്ഞാനവും ഭോഷത്വവും മിഥ്യ, 3 അധ്വാനം വ്യർത്ഥം. നന്ദി, നമസ്കാരം.